പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു വസ്തുവിലൊന്നാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. പ്രകാശത്തെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത അവയുടെ രഹസ്യങ്ങൾ നമുക്കിന്നും അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള ഓരോ പുതിയ കണ്ടെത്തലും ശാസ്ത്രലോകത്തെ ഏറെ ആകർഷിക്കാറുണ്ട്. അതിഭീമമായ ഗുരുത്വാകർഷണ ബലം മൂലം തനിക്കടുത്തെത്തുന്ന എന്തിനേയും വിഴുങ്ങിക്കളയുന്നവയാണ് തമോഗർത്തങ്ങൾ. ബ്ലാക്ക് ഹോളിൻ്റെ അതിരിനെ ഈവൻ ഹൊറൈസൺ എന്ന് പറയുന്നു. ഇതൊരു ചുറ്റുമതിൽ പോലെയാണ്. ഗുരുത്വാകർഷണത്തിൻ്റെ ശക്തി കൊണ്ട് പ്രകാശത്തെ പുറത്തു കടക്കാൻ അനുവദിക്കാതെ അകത്തേക്ക് വലിച്ചിടുന്നത് ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഇതിലേക്ക് വീഴുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ സൂര്യൻ്റെ ഏതാനും ഇരട്ടി ഭാരമുള്ള തമോഗർത്തമാണെങ്കിൽ, അതായത് താരതമ്യേന ചെറിയ ബ്ലാക്ക് ഹോളാണെങ്കിൽ, ഈവൻ ഹൊറൈസൺ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു നൂല് പോലെ ആയിത്തീരും. ഇതിനെ സ്പഗറ്റിഫിക്കേഷൻ എന്ന് പറയുന്നു. വീണുപോയ ആൾ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ ചെല്ലുന്നതിന് മുൻപ് നൂല് പോലായി മാറുന്നു. പക്ഷേ സൂര്യനേക്കാൾ വളരെ ദശലക്ഷങ്ങൾ മടങ്ങ് ഭാരമുള്ള തമോഗർത്തത്തിലാണ് വീഴുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? സത്യാവസ്ഥ നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ അകത്തു കടക്കുമെന്നതാണ്. ഇതിന് കാരണം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആകർഷണ ശക്തി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തമോഗർത്തത്തിൻ്റെ ഉൾഭാഗം പരിശോധിക്കാൻ തീരുമാനിച്ചാൽ സാമാന്യം വലിയ തമോഗർത്തം തന്നെ തിരഞ്ഞെടുക്കുക. സൂര്യൻ്റെ 40 മടങ്ങ് ഭാരമുള്ള ഒരു തമോഗർത്തം നമ്മുടെ ഗാലക്സിയുടെ നടുവിൽ തന്നെയുണ്ട്. തമോഗർത്തത്തിൻ്റെ ഉള്ളിലേക്ക് വീണു പോയ വ്യക്തിയെ പുറത്തുനിന്ന് മറ്റൊരു വ്യക്തി നോക്കുകയാണെങ്കിൽ ആ നോക്കുന്ന വ്യക്തി കാണുന്നതിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് പുറത്തുനിന്ന് നോക്കുന്ന വ്യക്തിക്ക് ഈ തമോഗർത്തത്തിൽ വീണുപോയ ആളെ ഈവൻ ഹൊറൈസൻ്റെ വെളിയിൽ നിന്ന് കറങ്ങുന്നതായി കാണാനേ സാധിക്കത്തുള്ളൂ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വീണുപോയ ആൾ തമോഗർത്തത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരിക്കും. എന്നാൽ പുറത്തുനിന്ന് നോക്കുന്നയാൾക്ക് ഇപ്പോഴും അയാളുടെ കാഴ്ചയിൽ ആ വ്യക്തി ഈവൻ ഹൊറൈസൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ അതിരിനു ചുറ്റും കറങ്ങുന്നതായേ തോന്നത്തുള്ളൂ. കുറച്ചു കഴിഞ്ഞ് നോക്കുന്നയാൾക്ക് വീണുപോയ ആൾ തമോഗർത്തത്തിൻ്റെ വെളിയിൽ കറങ്ങി രൂപം മങ്ങി ചുവന്ന് ദൃഷ്ടിയിൽ നിന്ന് മറയും. അങ്ങനെ വീണുപോയ ആൾ പുറം ലോകത്തു നിന്ന് നഷ്ടമാകും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് ബ്ലാക്ക് ഹോളിലേക്ക് വീണാൽ പ്രകാശത്തിന് പോലും തിരിച്ചു കടക്കാനാവത്തില്ല. നമുക്ക് നമ്മുടെ കണ്ണും കൊണ്ട് ഏതൊരു വസ്തുവും കാണണമെങ്കിൽ പ്രകാശം കണ്ണുകളിൽ വന്ന് പതിക്കണം. എന്നാൽ ബ്ലാക്ക് ഹോളിലേക്ക് വീണുപോയ വ്യക്തിയുടെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നില്ല. പകരം ഭീമാകാരനായ തമോഗർത്തം അതുള്ളിലേക്ക് എടുക്കുന്നു. തീർന്നിട്ടില്ല. താഴേക്ക് പോയ വ്യക്തി കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം സിംഗുലാരിറ്റി എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഒരിക്കൽ പോയാൽ തിരിച്ചു വരാനാവാത്ത സ്ഥലങ്ങൾ ഉണ്ടാവുമെങ്കിൽ അതിലൊന്ന് സിംഗുലാരിറ്റി ആയിരിക്കും. ഒരു തമോഗർത്തത്തിൻ്റെ അതിൻ്റെ മുഴുവൻ സാന്ദ്രത അല്ലെങ്കിൽ അനന്തമായ സാന്ദ്രത അനുഭവപ്പെടുന്ന സ്ഥലമാണിത്. അതായത് ആ ബ്ലാക്ക് ഹോളിൻ്റെ മുഴുവൻ മാസും ഒറ്റ പോയിന്റിൽ വരികയാണെങ്കിൽ അത് സിംഗുലാരിറ്റിയാണ്. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഗെയിം ഓവർ എന്ന് തന്നെ പറയാം. അതായത് അതിജീവനം അസാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻ്റർസ്റ്റെല്ലാർ എന്ന സിനിമയിൽ ബ്ലാക്ക് ഹോളിലേക്ക് വീണ കൂപ്പർ എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടത്? അതിന് കാരണം ടെസറാക്റ്റാണ്. അതായത് സിംഗുലാരിറ്റിയിൽ ചെന്നാലേ രക്ഷപ്പെടുന്നത് അസാധ്യമാവത്തുള്ളൂ. എന്നാൽ ഇതിനു മുൻപ് കഥയിൽ പരാമർശിക്കുന്ന ദേ സിംഗുലാരിറ്റിക്ക് മുമ്പ് ടെസറാക്റ്റ് വെച്ചതുകൊണ്ടാണ് കൂപ്പർ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹോളിൽ സമയം വളരെ പതുക്കെയായിരിക്കും. തമോഗർത്തത്തിനെ പറ്റിയുള്ള കണ്ടെത്തലുകളെല്ലാം വീൽചെയറിലിരുന്നു കൊണ്ട് ഒരു അസുഖബാധിതനായ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിംഗ് കണ്ടെത്തിയതാണ്. ആദ്യകാലങ്ങളിൽ തമോഗർത്തങ്ങളുടെ സാന്നിധ്യം വെറും സംശയമാണെങ്കിലും പിന്നീട് അതിനെ കണ്ടെത്തി അതിൻ്റെ ചിത്രവും എടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രകാശം പോലും വെളിയിലേക്ക് വിടാത്ത ഈ തമോഗർത്തങ്ങളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അവയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുടെ മാറ്റത്തിൽ നിന്നാണ് അവയെ കണ്ടെത്തുന്നത്. എന്നാൽ ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലുത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബ്ലാക്ക് ഹോൾ ഫീനിക്സ് എ ബ്ലാക്ക് ഹോളാണ്.
ഏകദേശം 100 ബില്യൺ സോളാർ മാസ് ഉള്ള ബ്ലാക്ക് ഹോളാണിത്. ഇത് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ യഥാർത്ഥ ചിത്രമാണ്. ഈവൻ ഹൊറൈസൺ ടെലിസ്കോപ്പ് ഉപയോഗിച്ചെടുത്ത ഒരു തമോഗർത്തത്തിൻ്റെ ആദ്യ ചിത്രം. M87 എന്നറിയപ്പെടുന്ന ഈ ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രമെടുത്തത് 2019 അങ്ങനെയെങ്കിൽ ഈ വിചിത്രമായ തമോഗർത്തങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഒരു നക്ഷത്രം അതിൻ്റെ അന്ത്യനാളുകളിൽ അതിശക്തമായി പൊട്ടിത്തെറിക്കുന്നതിനെ സൂപ്പർനോവ എന്ന് പറയുന്നു. എന്നാൽ ഈ സൂപ്പർനോവ സംഭവിച്ച നക്ഷത്രത്തിന് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അത് ചിലപ്പോൾ ഒരു നെബുലയായി മാറാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ പോലെ മറ്റൊരു വിചിത്ര വസ്തുവെന്ന് വിശേഷിപ്പിക്കാവുന്ന ന്യൂട്രോൺ സ്റ്റാറായി മാറാം. എന്നാൽ സൂപ്പർനോവ സംഭവിക്കുന്നത് അതിശക്തമായ മാസുള്ള നക്ഷത്രമാണെങ്കിലോ? അപ്പോഴാണ് ബ്ലാക്ക് ഹോൾ പിറവിയെടുക്കുന്നത്. എന്നാൽ ഗാലക്സിയുടെ നടുക്കുള്ള ബ്ലാക്ക് ഹോൾ സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളാണ്. ഇത് പ്രപഞ്ചമുണ്ടാവാൻ കാരണമായ ബിഗ് ബാങ്കിലൂടെയാണ് ഉണ്ടായത്. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ നടുക്കുള്ള സജിറ്റേറിയസ് A എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൽ 1 മിനിറ്റ് നിന്നാൽ ഭൂമിയിൽ അപ്പോഴേക്കും 700 വർഷം കഴിഞ്ഞിരിക്കും. അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ഹോളിനെ ഒരു ടൈം മെഷീനായി കാണുന്നതിൽ തെറ്റുണ്ടോ? ഇതിന് കാരണം ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് സമയം കുറവായതുകൊണ്ടാണ്. ഗുരുത്വാകർഷണ ബലമാണ് ഇതിന് കാരണം. എന്നാൽ ഈ ബ്ലാക്ക് ഹോളിലേക്ക് എത്തിച്ചേരാൻ 26,670 പ്രകാശവർഷം വേണം. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഏറ്റവും വേഗതയുള്ള വസ്തുവെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രകാശത്തിന് പോലും അവിടേക്കെത്താൻ 26,670 വർഷം വേണം. എന്നാൽ ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ ബ്ലാക്ക് ഹോളിലൊന്നാണ് ഗായിയ BH1. എന്നാൽ ഇത് ഭൂമിയിൽ നിന്ന് 1560 പ്രകാശവർഷം അകലെയാണ്. ബ്ലാക്ക് ഹോളിനെ പറ്റിയുള്ള വിശേഷങ്ങൾ തീരുന്നില്ല. ഈ വീഡിയോയിൽ പറയാതെ പോയ ന്യൂട്രോൺ സ്റ്റാർ, ടെസറാക്ട് എന്നിവയെപ്പറ്റി അടുത്ത അധ്യായങ്ങളിൽ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വരുന്നതും വരെ ഗുഡ് ബൈ.